ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണല്ലേ? പ്രാർത്ഥിക്കാത്തവരായിട്ട് ഏതെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ കാണുന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ദിനവും പ്രാർത്ഥിക്കുന്നവരാണല്ലേ? നമ്മിൽ പലരും അങ്ങനെയാണ്. ദിനവും നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത്തരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അത് പലപ്പോഴും ആ പ്രാർത്ഥിക്കുന്നയാൾക്ക് ദോഷമായിട്ട് ഭവിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. പലപ്പോഴും നമ്മുടെ മനസ്സ് പല സംഘർഷാവസ്ഥയിലേക്കും കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സംഘർഷാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഒരു ബലത്തിനും ആത്മധൈര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദേവനോട് അല്ലെങ്കിൽ ദേവതയോട് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരു രസകരമായ കാര്യം പറയുന്നത്, നമുക്ക് നടക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യവും നമ്മൾ പ്രാർത്ഥിക്കാറില്ല. നമുക്ക് നടക്കുമോ ഇല്ലയോ എന്നൊരു സംശയം വരുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രാർത്ഥനകൾക്ക് വേർതിരിവുകൾ ഉണ്ട് എങ്കിലും പ്രാർത്ഥനകളെ പൊതുവിൽ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാവുന്നതാണ്. ഒന്ന്, നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കും. ഭഗവാനെ, എനിക്കിത് നടത്തി തരണേ, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കാര്യം വിജയിപ്പിച്ച് തരണേ, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇനി ചിലരുണ്ട്, നിത്യവും അവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകില്ല, ഭഗവാനെ രക്ഷിക്കണേ എന്ന് മാത്രം പറഞ്ഞ് ഗൃഹത്തിൽ അവർ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവർ. പക്ഷെ ഇങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ മുക്തി, നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതി, ഐശ്വര്യം, ഇനി മരണാനന്തരം നമുക്ക് സ്വർഗത്തിൽ തന്നെ എത്തിച്ചേരണം, അല്ലെങ്കിൽ ആ ഒരു ഈശ്വര പാദത്തിങ്കൽ നമുക്ക് ലയിക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളും വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേക ആഗ്രഹങ്ങളൊന്നും പറയില്ല, പക്ഷെ ഇതൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലെ ആ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥനകൾ പലവിധമുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ ഭഗവാനെ പ്രാർത്ഥിച്ചാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് നടത്തി തരുന്നത് ചില പ്രത്യേക കാര്യങ്ങൾ ഭഗവാൻ നോക്കി കണ്ടുകൊണ്ടാണ്. അതിലൊന്ന് നമ്മുടെ ഭക്തി. നമുക്ക് എത്രത്തോളം ഈശ്വരനിൽ ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ മനഃശുദ്ധി. നമുക്ക് മനഃശുദ്ധി ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് പിന്നിൽ മറ്റാരെങ്കിലും ദ്രോഹിക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ടോ? അതുപോലെ തന്നെ ഉദ്ദേശശുദ്ധി. ഇതെല്ലാം ഭഗവാൻ നോക്കി കണ്ടുകൊണ്ടാണ് നമ്മുടെ ആഗ്രഹത്തിന് മേൽ ഭഗവാൻ അനുഗ്രഹം നൽകുന്നത്. ഭക്തി ഇല്ലാതെയും മനഃശുദ്ധി, ഉദ്ദേശശുദ്ധി ഇവ ഇല്ലാതെയും നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമുക്ക് തന്നെ അത് തിരിച്ചടിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടുന്ന ചില പ്രാർത്ഥനകളുണ്ട്, അല്ലെങ്കിൽ ഈ വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല. അത്തരം പ്രാർത്ഥനകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യമായിട്ട്, മറ്റുള്ളവർക്ക് ദ്രോഹം വരുന്നതിന് വേണ്ടിയിട്ട്, ദോഷം വരുന്നതിന് വേണ്ടിയിട്ട്, ഹാനി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല. നമ്മളെ വേദനിപ്പിച്ചതോ നമ്മളെ ദ്രോഹിച്ചതോ നമ്മളെ ദുഷിച്ചതോ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അവർക്ക് ദ്രോഹം വരുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ദുഃഖം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പേരെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇതിനർത്ഥം നിങ്ങൾക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ, അല്ലെങ്കിൽ ആ ശത്രുവിന് ആപത്തൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണോ? അതല്ല പറയുന്നത്. നിങ്ങൾക്ക് ശത്രുവുണ്ട്, ശത്രുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ദോഷം ഭവിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഭഗവാനെ, എൻ്റെ ശത്രുദോഷം പൂർണ്ണമായി അവിടെ നിന്ന് ഇല്ലാതാക്കി തരണമേ, ശത്രുദോഷത്തിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ. ഇത്രയും പറഞ്ഞാൽ മതി. ശത്രുദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്ക് മേൽ എന്ത് ദ്രോഹം ചെയ്താലും എന്ത് ദോഷം ചെയ്താലും ഭഗവാൻ അതെല്ലാം മടക്കി അവർക്ക് തന്നെ കൊടുത്തോളൂ. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്കൊരു ദോഷമോ ദ്രോഹമോ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭഗവാനെ വിളിച്ചിട്ട്, ഭഗവാനെ, ഇന്നയാള് എനിക്കൊരു ദ്രോഹം ചെയ്തു, ആ ആൾക്ക് ഇന്നത് സംഭവിക്കണേ, അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ അയാൾക്ക് ഇത് സംഭവിക്കണമേ, എങ്ങനെ ഒരിക്കലും നമ്മൾ ഭഗവാനോട് പറയാൻ പാടില്ല. ഈ വിധത്തിൽ നമ്മൾ ഒരു വ്യക്തിയെ പ്രാകാനും പാടില്ല. അങ്ങനെ ചെയ്യുമെങ്കിൽ അത് തിരിഞ്ഞ് നമുക്ക് തന്നെ അത് ദോഷമായിട്ട് ഭവിക്കുകയും ചെയ്യും. മറിച്ച് നിങ്ങൾക്ക് ഒരാളിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ നിങ്ങൾക്കത് ഭഗവാനോട് പറയാം. ഭഗവാനെ, എന്നെ ഇങ്ങനെ ഒരാൾ വല്ലാണ്ട് ദ്രോഹിക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ വല്ലാണ്ട് ശല്യം ചെയ്യാണ്, അവിടെ നിന്ന് തന്നെ ഇതിന്റെ തെറ്റും ശരിയും വേർതിരിച്ച് അവിടെ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ, എൻ്റെ ശത്രുക്കളുടെ ചതിക്കുഴിയിൽ നിന്ന് എന്നെ കരകയറ്റണേ. അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ. തീർച്ചയായിട്ടും ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി. നിങ്ങളുടെ ശത്രുക്കൾ ആരായിരുന്നാലും അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഭഗവാൻ അവർക്ക് തക്കതായ തിരിച്ചടിയും കൂലിയും കൊടുത്തോളും.
ഇനി ആ ഒരു രണ്ടാമത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മേല് പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ദിനവും ഒരു ബസ്സിലാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ട്രെയിനിലാണ് പോകുന്നത്. ഒരു ദിവസം നിങ്ങൾ താമസിച്ചാണ് ഇറങ്ങിയത്. നിങ്ങളുടൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ആ ഒരു ബസ് 5 മിനിറ്റ് ലേറ്റ് ആവണേ, അല്ലെങ്കിൽ ആ ഒരു ട്രെയിൻ ഒരു 10 മിനിറ്റ് ലേറ്റ് ആവണേ. അപ്പൊ ഇങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇത് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖങ്ങൾ, മനപ്രയാസങ്ങൾ. അപ്പോൾ ഈ മനപ്രയാസങ്ങൾക്കൊക്കെ തന്നെ പരിഹാരവും നമ്മുടെ കയ്യിൽ തന്നെയാണ്. ചെറിയ അസുഖങ്ങളൊക്കെ മരുന്ന് കഴിച്ചാൽ മാറും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾ അധികം ടെൻഷൻ അടിക്കാനോ നമ്മളിങ്ങനെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഗുരുതര രോഗങ്ങളോ ഗുരുതരമായ പ്രശ്നങ്ങളോ നമുക്കുണ്ട് എങ്കിൽ അതിൽ നിന്നുള്ള മുക്തിക്ക് വേണ്ടി ഭഗവാനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ചെറിയ അസുഖങ്ങൾ നമ്മളെ അലട്ടുന്നുവെങ്കിൽ പ്രാഥമികമായി ഔഷധ സേവയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഔഷധം കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങളുണ്ട് എങ്കിൽ പ്രാർത്ഥിച്ചോളൂ, ഈശ്വര വഴിയിൽ നീങ്ങിക്കോളൂ, കൃത്യമായിട്ട് നിങ്ങൾക്കത് മാറി കിട്ടുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്തൊരു കാര്യം നമ്മുടെ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ അലക്ഷ്യമായുള്ള പ്രവർത്തനം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്ന് ഭവിച്ചാൽ അതിന്മേൽ നമ്മൾ രക്ഷ നേടുന്നതിന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് അശ്രദ്ധാപരമായിട്ടൊരു പ്രവൃത്തി ഉണ്ടായാൽ അതിനെ കറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അത് നമ്മുടെ ഭാഗം കൊണ്ട് തന്നെ നമ്മൾ ചെയ്തു തീർക്കുക. ഓഫീസിലോ വീട്ടിലോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാൻ എൻ്റെ ഈ ഒരു തെറ്റ് ആരും കണ്ടുപിടിക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു തെറ്റ് മറ്റാരുടെയെങ്കിലും ചുമലിൽ വന്ന് ഭവിക്കണമേ. ഇങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലത്തെ പ്രദാനം ചെയ്യും. നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. ഇനി അതും മറന്നുകൊണ്ട് തെറ്റുകൾ ചെയ്തിട്ട് ആ തെറ്റിൽ നിന്ന് രക്ഷ നേടുന്നതിന് ഭഗവാനെ വിളിച്ചാൽ അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യാതെ നമ്മൾ ഭഗവാനെ വിളിച്ച് കരഞ്ഞിട്ട് അല്ലെങ്കിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഉദാഹരണമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് യാതൊരു പരിശ്രമവും ഇല്ലാതെ വെറും അലസനും മടിയനുമായിട്ട് ഒരു സ്ഥലത്തിരുന്നിട്ട് ഭഗവാനെ വിളിച്ച് ഇങ്ങനെ കരയാണ്, ഭഗവാനെ എനിക്കത് തരണേ ഇത് തരണേ, കരഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. മറിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പണിയെടുക്കുകയാണ്, രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ആ ഒരു തടസ്സങ്ങളെല്ലാം ഭഗവാൻ വെട്ടിമാറ്റുന്നതാണ്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലം ആസ്വദിക്കുവാനും സാധിക്കും. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷമേ ആ ഒരു കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ അവകാശമുള്ളൂ. അല്ലാതെ നമ്മുടെ കർമ്മം ചെയ്യാതെ അതിന്റെ ആ ഒരു ഫലം ഇച്ഛിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല, അർഹതയുമില്ല. പണം, സമ്പത്ത്, മറ്റു സൗഭാഗ്യങ്ങൾ വെറും അലസനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും തേടി വരില്ല. വെറും അലസനും മടിയനുമായിരുന്നു കൊണ്ട് എനിക്ക് ഇതെല്ലാം തരണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാല് ഭഗവാന്റെ കോപത്തിനായിരിക്കും നമ്മൾ പാത്രീഭവിക്കുന്നത്. മാത്രമല്ല നമ്മൾ കൂടുതൽ ദരിദ്രനാക്കുകയും ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. നമ്മുടെ വളരെ ചെറിയൊരു ശ്രമം കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കുന്ന കാര്യങ്ങൾ പോലും ആ ഒരു ശ്രമം പോലും നടത്താതെ അത് ഭഗവാൻ എനിക്ക് നേടിത്തരും എന്ന് പറഞ്ഞിരിക്കുന്നത് പരമവിഡ്ഢിതരമാണ്. ഈശ്വരന്റെ കോപം കൂടി ഇത്തരം ചിന്തകളിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ ഇക്കാര്യം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യമല്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മൾ ഭഗവാനോട് പറഞ്ഞ് നമുക്ക് കിട്ടുന്നതായ സൗഭാഗ്യങ്ങൾ അത് അനുഭവിച്ചു കഴിയുമ്പോൾ, അത് നേടിക്കഴിയുമ്പോൾ, നമ്മുടെ കൈവെള്ളയിൽ കിട്ടിക്കഴിയുമ്പോൾ മറക്കാതെ നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക. അതിപ്പോൾ പ്രാർത്ഥിച്ചാണെങ്കിലും അല്ല എങ്കിലും ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം ഒരു വഴി തരികയാണ് എങ്കിൽ ആ സൗഭാഗ്യം നിങ്ങളുടെ കൈവെള്ളയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ സ്മരിക്കാതെ, ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാതെ, ഭഗവാനോട് നന്ദി പറയാതെ നിങ്ങൾ ആ ഒരു സൗഭാഗ്യം അനുഭവിക്കാൻ പാടില്ല. ഇത് ഭഗവാനോടെന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഏതൊരു വ്യക്തിയിൽ നിന്നും ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗുണം കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നമ്മൾ നന്ദി പറയണം, അവരോട് നമ്മൾ അതിന് കടപ്പെടണം. പാശ്ചാത്യരെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ചെറിയ ഒരു കാര്യത്തിന് പോലും അവർ സോറി പറയാൻ മടിക്കുകയില്ല. അതിപ്പോൾ തന്നെക്കാൾ വലിയവനോ ചെറിയവനോ ഒന്നും അവർ നോക്കില്ല. ചെറിയൊരു തെറ്റ് അവരുടെ ഭാഗത്ത് നിന്ന് ആർക്കുണ്ടായാലും അവരപ്പോൾ തന്നെ സോറി പറയാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്ന ചെറിയ ഒരു സഹായത്തിന് പോലും അവരുടൻ തന്നെ നന്ദിയും പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശ്വരനോടും നമുക്ക് ചുറ്റുമുള്ളവരോടും ചെറിയ ഒരു സഹായം അവരിൽ നിന്ന് കിട്ടിയാൽ പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം, അവരോട് നന്ദി പറയാൻ മടി കാണിക്കരുത്. അപ്പൊ ഇങ്ങനെ ആ ഒരു ഭഗവാനിൽ നിന്ന് കിട്ടിയ ആ ഒരു സൗഭാഗ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സൗഭാഗ്യം ഭഗവാൻ
നമുക്ക് അനുഗ്രഹമായി തന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാനോട് നമ്മൾ നന്ദി പറയുകയാണ് എങ്കിൽ ആ സൗഭാഗ്യം എന്നെന്നും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആ സൗഭാഗ്യത്തിന് ഒരിക്കലും നാശം ഉണ്ടാവുകയില്ല. എല്ലാ കാലവും അവൻ നമ്മിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഈ വക കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. ഈശ്വരാനുഗ്രഹം അതിലൂടെ കൂടുതൽ നമുക്ക് കൈവരുന്നതാണ്. നമ്മുടെ പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ ഫലം ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും. എല്ലാ കാര്യത്തിലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനകൾ ക്രമേണ ഫലിക്കാതെ വരും. ആവശ്യത്തിന് മാത്രം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, ഉറപ്പായും നമ്മുടെ പ്രാർത്ഥനകൾ ഫലിക്കുക തന്നെ ചെയ്യും. വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.